നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യേണ്ട റീഡിങ്സ് ആണ്. നിങ്ങളുടെ കറൻറ്റ് സമയം, ഇന്നത്തെ നിങ്ങളുടെ സമയം എങ്ങനെയുള്ളതാണെന്നും നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരാൻ പോകുന്ന മാറ്റങ്ങളും, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, കരിയർ പരമായിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തായിക്കോട്ടെ, എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്സിൽ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ വേണം നിങ്ങൾ റീഡിങ്സ് കാണാനായിട്ട്. കാരണം ഒരു റീഡിങ്സ് എന്ന് പറയുന്ന ഓരോ പ്രാവശ്യം കേൾക്കും തോറും നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ടാറോയുടെ എനർജി എന്ന് പറയുന്നത്. പവർഫുള്ളാകുന്ന ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കുക. പ്രകൃതിയുമായിട്ട് ലയിച്ച് കിടക്കുന്ന ഒട്ടനവധി എനർജികളെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്കാവേണ്ടത്, ഏത് സാഹചര്യത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റേണ്ടത്, നിങ്ങൾ എത്രത്തോളം സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും ഇമോഷണൽ ബാലൻസുമാണോ ആഗ്രഹിക്കുന്നത്, അത് ഹെൽത്ത് പരമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, കരിയർ മേഖലകളിലായിക്കോട്ടെ, മറ്റു വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് മുടങ്ങാതെ എഴുതുക. നിങ്ങളുടെ ജീവിതം മാറും. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും സാധ്യമാകില്ല. നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനം, നമ്മളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന എനർജികളെ പുറംതള്ളി മനസ്സിനെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവാക്കി എടുത്താൽ മാത്രമാണ് നമ്മളിലേക്ക് പണം, ബന്ധങ്ങൾ, നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അഫർമേഷൻസ് എഴുതുക. റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ അത് കത്തിച്ച് കളയുക. അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കുക. നിങ്ങൾ എഴുതിയ അഫർമേഷൻസ് നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുക. നിങ്ങൾ ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള സ്വപ്നം കാണുക. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഫ്രീഡം വന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുമെന്നുള്ളത് മനസ്സിലാക്കുക. ലക്ഷ്യബോധം വയ്ക്കുക. 2026 ഞാൻ ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കും, നേടിയിരിക്കുമെന്ന് ചിന്തിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ 2027 കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. 2027 നിങ്ങൾ എവിടെ എത്തിച്ചേരണം, എന്തു നേടണം, ഏതവസ്ഥയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റായിട്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒരു ബുക്കും പേനയും എടുത്ത് എഴുതി വയ്ക്കുക. 2028 നിങ്ങൾ അതുപോലെ തന്നെ സ്ക്രിപ്റ്റുകൾ തുടർന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ വഴിയിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. നമ്മളെപ്പോഴും എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള മാർഗമെന്ന് ചിന്തിക്കുക. എപ്പോഴും കഴിഞ്ഞു പോയതിനെ നിങ്ങൾ റിപ്പീറ്റ് ചിന്തിച്ചാൽ നിങ്ങൾ പുറകോട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീക്ഷിക്കുക. എന്താണ് നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. തിരുത്തേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾ അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുക. തീർച്ചയായിട്ടും അടുത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൻ്റെ പേപ്പർ നെഗറ്റീവ് ആണെങ്കിൽ അത് നിങ്ങൾ കീറിക്കളയുക. പാസ്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾ കീറിക്കളയുക. പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. 100% ഞാൻ പറയുകയാണ്. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. നിങ്ങൾക്ക് പാസ്റ്റിനെ കൊണ്ട് ഒരു ഗുണവും വരാൻ പോകുന്നില്ല. ഒരു ലെസൺ മാത്രമാണ്. നിങ്ങൾ പഠിച്ച ഒരു പാഠം, കഴിഞ്ഞു പോയൊരു പാഠം മാത്രമാണ്. പുതിയത് എഴുതാനുള്ള പേപ്പർ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. നിങ്ങളത് എടുത്ത് നിങ്ങൾ നല്ല വൃത്തിയാക്കി നല്ല മനോഹരമായ മഷി കൊണ്ട് എഴുതി നിങ്ങൾ പുതിയ തുടക്കം കുറിക്കുക ഈ നിമിഷം മുതൽ, കേട്ടോ. നമുക്ക് നമ്മുടെ റീഡിങ്സിലേക്ക് കിടക്കാം. ദ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വലിയ മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവസാനിച്ച് പുതിയ കാര്യത്തിൻ്റെ തുടക്കം എന്ന് തന്നെ പറയാം. ശനിയുടെ ഒരു അപഹാരം
ഇന്നത്തെ ദിവസം നിങ്ങളിലുണ്ട്. ഒരു വിധിയുടെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഹെൽത്തിനെയും വെൽത്തിനെയും കണക്റ്റ് ചെയ്താണ് ശനിയുടെ അപഹാരം നിങ്ങളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, സിറ്റുവേഷൻസിൽ ഒരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ചുറ്റും വന്നു ചേരുന്ന ഇന്നത്തെ വ്യക്തിബന്ധങ്ങളെയാണേലും സാഹചര്യങ്ങളെയാണേലും എന്ത് കാര്യം നിങ്ങളിലേക്ക് വന്നാലും 2 പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് 3ാമത് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ശക്തമായി പ്രാർത്ഥിക്കുക. പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം കേട്ടോ. വേൾഡാണ്, മാറ്റത്തിൻ്റെ സമയമാണ്, പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. 21 വന്നിരിക്കുന്നത്, 3 ഇന്നത്തെ സംഖ്യാശാസ്ത്രപ്രകാരമുള്ള എനർജി നിൽക്കുന്നത്. അതായത് ഗുരുസ്ഥാനമാണ്. അതായത് ആലോചിച്ച് പ്രവർത്തിക്കുക. അതായത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രവുമല്ല വളരെയധികം വിനയവും സ്നേഹവും എല്ലാം നിങ്ങളിൽ ഇന്ന് കണക്റ്റഡ് ആവേണ്ട ദിവസമാണ്. ആത്മനിയന്ത്രണം പാലിക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത്. ചില ട്രാജഡികൾ, ചില ഓർമ്മകൾ ഇന്ന് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മറന്നുപോയ അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന, ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില പാസ്റ്റ് എനർജികൾ മനസ്സിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ റിപ്പീറ്റ് ഒരിക്കൽ കൂടി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു യോഗം ഇന്ന് കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം, പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കണം, മനസ്സിന് ആത്മനിയന്ത്രണം കൊടുക്കണം. കുറച്ചൊരു വിൽ പവർ എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു തീരുമാനം ലൈഫിൽ ഉണ്ടാവണം. കോൺഫിഡൻസ് ഉണ്ടാവണം. ലൈഫിനെ സക്സസ് ആക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങളിൽ കണക്റ്റഡ് ആവണം. കൂടാതെ തന്നെ ഇമോഷണലി ബാലൻസ് വേണം കേട്ടോ. ഇമോഷണൽ കൺട്രോളിങ്ങും വേണം കേട്ടോ. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്ന് നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ദിവസമാണ്. ക്രിയേറ്റിവിറ്റിയുടെയൊക്കെ ഒരു ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ളത്. ചിലരെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗിഫ്റ്റൊക്കെ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ലൈഫിൽ പല കാര്യങ്ങളും, മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഒരു ഓപ്പർച്യൂണിറ്റീസ് പോലെ അല്ലെങ്കിൽ ഒരു അവസരം പോലെ മുന്നിൽ വന്ന് പെടാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ഇല്യൂഷൻ എനർജിയുടെ ഒരു മായാവലയത്തിൽ അല്ലെങ്കിൽ ഒരു വശീകരണം പോലുള്ള നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചില ആഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പം ശരിയോ തെറ്റോ ഒന്നും തോന്നാതെ എടുത്ത് ചാടുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ ആത്മനിയന്ത്രണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ ഇന്ന് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. മറ്റാരെങ്കിലും ഇന്ന് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് പേരൻസിൻ്റെ എനർജി ആവാം. ഫ്യൂച്ചർ പ്ലാനിങ് എന്താണ് എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി ഇന്ന് ചിലരെ സംബന്ധിച്ച് കേൾക്കേണ്ടി വരാം. എന്താണെങ്കിലും മുന്നോട്ടേക്കുള്ള മാർഗത്തിൽ ചെറിയൊരു ഡാർക്ക് എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു ഉറപ്പില്ലായ്മ ഉള്ളിൽ കിടപ്പുണ്ട്. അത് ഫിനാൻസിനെ ബേസ് ചെയ്താണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവ് നിങ്ങൾക്ക് പണമാണ്, നിങ്ങൾക്ക് ധനമാണ് എന്ന് കാണിച്ച് തരുന്ന ഒരു എനർജി കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മറച്ചു പിടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിക്കുക. ഭയപ്പെടാതെ മുന്നോട്ടേക്ക് പോകാൻ നോക്കണം. അങ്ങനെയുള്ളൊരു എനർജിയുടെ കാര്യമാണ്, ക്രിയേറ്റിവിറ്റിയാണ്. ഇന്ന് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ചില ചാൻസുകൾ, ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും കേട്ടോ. അതുപോലെ തന്നെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫാമിലിപരമായിട്ട് വളരെ സന്തോഷമുള്ള ഒരു സോൾ കണക്ഷൻസിൻ്റെ പ്രസൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു വിവാഹ നിശ്ചയമോ വിവാഹത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഫാമിലി എതിർപ്പൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ആ ഒരു എതിർപ്പൊക്കെ മാറി നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു കാര്യത്തിൽ ഒരു സക്സസ്. ചിലരുടെ എനർജികളിൽ ഫാമിലി തടസ്സമായിട്ട് നിന്നിരുന്ന ചില ബന്ധങ്ങളിൽ ഫാമിലി ഇന്ന് വളരെ പോസിറ്റീവായിട്ട് അനുകൂലമായുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആളുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു കപ്പ് ഓഫ് ലവ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തതിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫാമിലിപരമാകുന്ന ബന്ധങ്ങളാണ് ഇന്ന് കൂടുതലും
കണക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ. കുടുംബ ബന്ധങ്ങളുടെ ചില പ്രസൻസ് ആണ് ഏറ്റവും കൂടുതൽ. അതായത് ഇതൊരു ഹെൽത്ത് എനർജിയിലേക്കും വെൽത്ത് എനർജിയിലേക്കും ഫാമിലി പരമായ ഒരു മാറ്റം കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫാമിലിയുടെ ഒരു ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് ഫാമിലി കുടുംബപരമാകുന്ന ചില കാര്യങ്ങൾ മാറുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു ദൃഢനിശ്ചയമൊക്കെ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഫാമിലി പേരൻസിനൊക്കെ നല്ലൊരു സപ്പോർട്ട്, ഒരു വെൽത്ത് ആൻഡ് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. വളരെ നല്ല പോസിറ്റീവായ ഒരു എനർജി വൈബ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ഇന്ന് കരിയർ മേഖലകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുമായിട്ട് ആരെങ്കിലും ഫൈറ്റിംഗ് ഒക്കെ കരിയർ മേഖലയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ പ്രസൻസ് കരിയർ മേഖലയിലുണ്ടെങ്കിൽ, ഇമോഷണലി ആരെങ്കിലും നിങ്ങളെ വല്ലാതെ തളർത്തി കളയുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഇമോഷണലി മോശമായിട്ട് പെരുമാറുന്ന ഒരു പക്ഷേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വ്യക്തിയാവാം, ഒരു കമാൻഡിങ് എനർജി ഉള്ള പേഴ്സൺ ആവാം. ഇമോഷണൽ പരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജൊക്കെ ഉണ്ട്, നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നു, മത്സരിക്കുന്ന ഒരു മനോഭാവമൊക്കെ ഉണ്ട് എങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിൽ ഉയർന്നു നിൽക്കുന്നത്. സക്സസ് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുക, നിങ്ങളോട് അസൂയ കാണിക്കുക, നിങ്ങളെ മാനസികപരമായി തകർക്കുന്ന ഇതിലൊക്കെ നിൽക്കുന്നവരൊക്കെ നിങ്ങളേക്കാൾ ഒരു പിടി താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിജയം തന്നെയാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുത്ത് കരിയർ മേഖലകളിൽ കടന്നു പൊയ്ക്കോളൂ എന്നാണ് കാണുന്നത്. അതൊരു ഇമോഷണൽ പരമാകുന്ന ഒരു മത്സര ബുദ്ധിയാണ് നമുക്കവിടെ കാണുന്നത് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളോട് കൂടുതൽ താല്പര്യം ആരെങ്കിലും കാണിക്കുന്നത് കൊണ്ടാവാം, നിങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം ലഭിക്കുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാവാം, ഇമോഷണൽ അബണ്ടൻസിനെ ബേസ് ചെയ്ത് നിങ്ങളുമായിട്ട് വളരെ ശക്തമാകുന്ന ഒരു ഈഗോ എനർജി ആവാം. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. എന്താണെങ്കിലും അവിടെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ മാനസിക വിഷമം അനുഭവിക്കുകയോ ഡൗൺ ആവുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ അവിടെ വളരെ ശക്തമായും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചൊരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു ലോങ് ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ്, ഒരു കാത്തിരിപ്പിന് സമാപനം കുറിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. ഒരു ബർഡൻ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ലൈഫിൽ വന്നു ചേരുന്നു. ഒരുപാട് കാലമായിട്ട് ചുമന്നിരുന്ന ഒരു ഭാരത്തെ നിങ്ങൾ താഴെ ഇറക്കി വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായ, വളരെ അബണ്ടൻസ് ഉള്ളൊരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിജയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കൂട്ടോ. ശക്തമാകുന്ന ഒരു വിജയമായിട്ട് തന്നെ നമുക്ക് സിറ്റുവേഷൻസിന് കാണാൻ സാധിക്കും. നൈറ്റ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാഷനാണ് കേട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതായത് ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കർമ്മപരമായിട്ട് നിങ്ങൾക്ക് അർഹമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായിട്ട് നിന്നിരുന്നെങ്കിൽ, നിങ്ങൾക്കത് ലഭിക്കാതെ നിങ്ങൾ സ്ട്രെസ് എനർജിയിലൂടെയോ മാനസിക പിരിമുറുക്കത്തിലൂടെയൊക്കെയാണ് കടന്നു പോയത്, നിങ്ങൾക്ക് അർഹതയുള്ളത് എവിടെയെങ്കിലും തടസ്സപ്പെട്ടിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും ബാലൻസിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഹാർട്ട് ബ്രോക്കൺ കൺഫ്യൂഷൻ, ആ ഒരു ഇമോഷണൽ പെയിൻ അവസാനിക്കുകയാണ് കേട്ടോ. ഒരു വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് നീതി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ലീഗൽ പരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളിലാണെങ്കിൽ പോലും നമുക്കത് ശക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട്. ബാലൻസിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് തടസ്സങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളുടെയും തടസ്സങ്ങൾ നിങ്ങൾക്ക് പാസ്റ്റിൽ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും നിങ്ങൾക്കൊരു സമാധാനപരമാകുന്ന വളരെയധികം ഈക്വലായിട്ട് കാര്യങ്ങളെ കണ്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഇംബാലൻസിങ് എനർജി, പൊരുത്തക്കേടുകളെല്ലാം മാറുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം തന്നെ
ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ, വളരെ ശക്തമായി പ്രൊട്ടക്റ്റഡ് ആണ്. മദർ കെയറിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു അമ്മ കുഞ്ഞിനെ എത്രത്തോളം പൂർണ്ണമായിട്ടാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതുപോലെ പ്രപഞ്ചം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ താളം തെറ്റിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിനി ബാലൻസിലേക്ക് വരുന്നു. ഇംബാലൻസിങ് എനർജിയിൽ നിന്നും കാര്യങ്ങൾ ബാലൻസ് എനർജിയിലേക്ക് വരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. നിങ്ങളൊരു ശുക്രദശയിലേക്ക് മാറുന്നു. അതായത് നിങ്ങൾ ഏറ്റവും സന്തോഷവും സുഖവും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നു. ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളുടെ പാത, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. കാരണം കാര്യങ്ങൾ അനുകൂലമാകുമ്പം നമ്മളൊരു നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി, അതിൻ്റെ ആ ഒരു പവർ ലോസായി പോകാൻ ഇടവരും. അപ്പം നമ്മളും കൂടി എന്ത് ചെയ്യണം, അതിനോടൊപ്പം പൂർണ്ണമായും സഹകരിച്ച് നിൽക്കാൻ ശ്രമിക്കുക. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തടസ്സങ്ങൾ മാറുന്നുണ്ട് കേട്ടോ മക്കളെ. നിങ്ങളിൽ ഡബിൾ എനർജി പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തമാകുന്ന തടസ്സങ്ങളും ദോഷങ്ങളും നിങ്ങൾ പൂർവ്വകർമ്മ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നുവെങ്കിൽ, എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുതലും ശത്രുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബന്ധുവായിട്ട് വരുന്നവരും ശത്രുവായിട്ട് തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ പൂർവ്വകർമ്മയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റീസാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വരാൻ സാധ്യതയുണ്ട്. അബണ്ടൻസ് വരാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ മനസ്സിൽ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം വരുന്നുണ്ട്. വളരെ പോസിറ്റീവായ മാറ്റങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ദ ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. വളരെയധികം സോൾ സെർച്ചിങ്, അതായത് വളരെയധികം ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറണം. ഡീപ്പായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിങ്ങൾ വളരെ ശക്തമാകുന്ന റെസ്പെക്റ്റ് കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണുന്നത്. മാത്രവുമല്ല സ്പിരിച്വൽ എനർജിയിലേക്ക് നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാലം കുറച്ച് ആളുകളുടെ എനർജി നോക്കുമ്പം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു എനർജി നിൽക്കുന്നത് ജനുവരി മാസത്തിൻ്റെയൊക്കെ പ്രസൻസിലാണ് കേട്ടോ. ആ ഒരു എനർജി നിൽക്കുന്നത്, അതായത് തേർഡ് ഐ ചക്ര ശരിക്കും ഒന്ന് ആക്റ്റീവ് ആക്കാനുണ്ട്. അതായത് ചെറിയ രീതിയിലൊരു മാനിഫെസ്റ്റേഷൻസ്, മെഡിറ്റേഷൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഈ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ തേർഡ് ഐ ചക്രയാണ് വർക്ക് ആവേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് തേർഡ് ഐ ചക്രയാണ്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് പൂർണ്ണതയിലെത്തിക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങളൊക്കെ തെറ്റായി പോകുന്നത് തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആകുമ്പോഴാണ്. അപ്പം ആ സിറ്റുവേഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. സ്ട്രെസ് എനർജി, നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സ്ട്രെസ് എനർജിയിലാണ്, സമാധാനമില്ല എങ്കിൽ പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു ആശയവിനിമയം നടത്താനോ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ ഒന്നും പോകേണ്ടതായ കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ദ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആലോചിക്കുക, ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കൂ എന്നാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഏഞ്ചൽസ് മെസ്സേജിലേക്ക് നോക്കുമ്പോൾ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇമോഷണലി ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുക. അതായത് നിങ്ങൾ എവിടെയെങ്കിലും അന്ധമായിട്ട് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് നൽകുന്നു, തിരിച്ചിങ്ങോട്ട് അതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. അതിനെക്കുറിച്ചൊന്ന് കാര്യഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ സ്നേഹം മിസ്യൂസിങ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്നാണ് കാണുന്നത്. ഒരു വിധിയുടെ എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു ഇമോഷണൽ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയോ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം മിസ്യൂസിങ് ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാത്തൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ കറൻറ്റ്ലി പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനാണ്. നിങ്ങളുടെ മനസ്സെന്താണ് നിങ്ങളോട് പറയുന്നത്, അതൊന്ന് നിങ്ങൾ
ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബി അസേർട്ടീവ് എന്നാണ് ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയും നിങ്ങളോട് ഉറച്ച് തന്നെ നിൽക്കാനാണ് ഏഞ്ചൽസ് പറഞ്ഞ്. ഇന്നും അതേ എനർജി തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ഡിസിഷൻ എടുക്കാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, വല്ലാതെ ഒരു ഇമോഷണൽ ബ്ലോക്കേജ്, ഒരു ഡാർക്ക് സിറ്റുവേഷൻസ്, അതായത് മൂൺ എനർജിയുടെ പ്രസൻസ് ആണ്. അതായത് മൂൺ എനർജി തല കുത്തനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാൻ, നിങ്ങളെ പൂർണ്ണമായിട്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ബി അസേർട്ടീവ്, നിങ്ങൾ ഉറച്ച് നിൽക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. വരും വരായികകളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ച് നിൽക്കുക എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എസ് എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടൊരു മെൻ്റൽ ക്ലാരിറ്റി, ഇൻ്റലക്ച്വൽ പവറൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ശക്തമായിട്ട് നിങ്ങളൊന്ന് മാറ്റം വരുത്തുക, ചേഞ്ചിങ്ങിലേക്ക് വരുത്തുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വലിയ സന്തോഷങ്ങൾക്കുള്ള ഒരു സമയമായി. അതായത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. വലിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ സക്സസ്സിലേക്ക് നിങ്ങൾ പോകാനുള്ള ചില ഒരുക്കങ്ങളിലാണ്. നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ തേടി വലിയൊരു സന്തോഷം വരുന്നു എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ.